ഹലോ, വെൽക്കം ടു ആദീസ് വ്ളോഗ്സ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ലൊരു മിൽക്ക് മെയ്ഡിൻ്റെ റെസിപ്പി ആയിട്ടാണ്. വെറും 2 മിനിറ്റിൽ നമുക്ക് എങ്ങനെ ഇൻസ്റ്റൻ്റ് ആയിട്ട് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ നോക്കാം. ഇതിന് പാലൊന്നും വേണ്ട, പാലൊന്നും തിളപ്പിക്കാതെ വളരെ ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ എങ്ങനെ ഇൻസ്റ്റൻറ്റ് ഹോം മെയ്ഡ് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് നോക്കിയിട്ട് വരാം കേട്ടോ. നേരെ വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ ഇതിന് വേണ്ടി ഞാൻ ആദ്യം തന്നെ ഒരു ബൗൾ എടുത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആദ്യം തന്നെ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ്, ഈ 1 കപ്പിൻ്റെ അളവിലാണ് ചേർക്കണേ. 1 കപ്പ് പാൽപ്പൊടിയാണ്, മിൽക്ക് പൗഡർ, അതാണ് ആദ്യം ഇതിലേക്ക് ചേർത്ത് കൊടുക്കണേ. ഇനി അതേ കപ്പിൽ തന്നെ 1/2 കപ്പ് പൊടിച്ച പഞ്ചസാര, അതും ചേർത്ത് കൊടുക്കുകയാണ്. അതിലേക്ക് ലേശം ബേക്കിംഗ് സോഡ, അതുപോലെ തന്നെ 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതിലേക്ക് ചൂടുവെള്ളം ചേർത്ത് കൊടുക്കുകയാണ്. വലിയ ചൂടൊന്നും വേണ്ട, ചെറിയ ചൂട് മതി. ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ട് കുറേശ്ശെ ചേർത്ത് കൊടുത്തിട്ട് അത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. ഒട്ടും കട്ടയില്ലാതെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അത് മിക്സ് ചെയ്ത് കൊടുക്കുക. വെള്ളം പോരാത്തിന് നമുക്ക് വീണ്ടും ഒഴിച്ചു കൊടുക്കാം. ആ ഒരു എന്താ പറയുക, ഇത്തിരി തിക്കായിട്ട് വരുന്ന ആ ഒരു ടെക്സ്ചറിൽ അത്രയും കിട്ടണം നമുക്ക്. നല്ലൊരു തിക്ക് ടെക്സ്ചറിലായിട്ട് വരണ വരെ നമ്മൾ ലേശം വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇങ്ങനെ കട്ടയൊന്നും ഇല്ലാതെ നന്നായിട്ടത് ഇളക്കി കൊടുക്കണം കേട്ടോ. ഈ ഒരു പാകം മതി, ഒട്ടും കട്ടയില്ലാതെ ലേശം തിക്നെസ്സോട് കൂടിയിട്ട് ഒരു ടെക്സ്ചറായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒരു പാൻ ചൂടായിട്ട് വരുമ്പോൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ടിത് ഒട്ടും കട്ടയില്ലാതെ നമുക്ക് കിട്ടണം, നല്ല തിക്ക് ടെക്സ്ചറായിട്ട് കിട്ടണം. അതിന് വേണ്ടി ഒട്ടും കൈവിടാതെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കണം. ഒരു 3 മിനിറ്റ് നേരം സിമ്മിലിട്ടിട്ട് വേണം ചെയ്യാൻ. അത് തീ കൂട്ടിയിട്ടാൽ ചിലപ്പോൾ അത് കട്ട പിടിക്കും. അപ്പോൾ സിമ്മിലിട്ടിട്ട് ഒട്ടും നമ്മൾ കൈ എടുക്കാതെ തന്നെ ഒരു 3 മിനിറ്റോളം അതിങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കാം. നമ്മുടെ ആ മിക്സ് നന്നായിട്ടൊന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. കട്ടയൊന്നും ഇല്ലാതെ നല്ലൊരു കുറുകി വരണം. നമ്മൾ സാധാരണ മിൽക്ക് മെയ്ഡ് കാണുമല്ലോ, അപ്പോൾ അതിലെങ്ങനെയാണ് നന്നായിട്ട് കുറുകിയിട്ടല്ലേ, അപ്പോൾ ആ ഒരു ടെക്സ്ചർ വരണ വരെ നന്നായിട്ട് അതൊന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകി വന്നു തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സമയത്ത് നമുക്ക് ലേശം നെയ്യ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് അത് ഇളക്കി ചേർക്കുക. കണ്ടു, ഇപ്പോൾ നന്നായിട്ട് അത് കുറുകി തുടങ്ങി, എന്താ പറയുക, നല്ലൊരു കട്ടയായിട്ട് വന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ മിൽക്ക് മെയ്ഡ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ഒരു കട്ടി ടെക്സ്ചറോട് കൂടി തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. കടയിൽ നിന്ന് വാങ്ങണ അതേ ടെക്സ്ചറോട് കൂടിയും അതേ ടേസ്റ്റോട് കൂടിയിട്ടും നമുക്ക് മിൽക്ക് മെയ്ഡ് കിട്ടി. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. ഇപ്പോൾ നമുക്ക് പെട്ടെന്ന് ഒരു പായസം ഉണ്ടാക്കണം, അല്ലെങ്കിൽ വേറെ വല്ല സ്വീറ്റ്സോ ചോക്ലേറ്റോ ഒക്കെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മുടെ അടുത്ത് മിൽക്ക് മെയ്ഡ് ഇല്ല, അപ്പോൾ നമുക്ക് വാങ്ങേണ്ട കാര്യമൊന്നുമില്ല. വെറും 2 മിനിറ്റ് മതി ഇങ്ങനെ ഉണ്ടാക്കിയെടുക്കാൻ. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാത്രമല്ല ഇത് ഫ്രിഡ്ജിലും കുറച്ച് കാലം നമുക്ക് സൂക്ഷിച്ച് വയ്ക്കാം. സാധാ മിൽക്ക് മെയ്ഡ് സൂക്ഷിച്ച് വെക്കണ പോലെ തന്നെ ഇതും ഒട്ടും കേടുവരാതെ ഇരുന്നോളും. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിച്ചെങ്കിൽ തീർച്ചയായും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ ബൈ.